ചിത്രത്തിലെ ഒരു കഥാപാത്രം? ഈ ചിത്രത്തിൽ ശരിക്കും ഞാൻ ഒരുപാട് നാൾക്ക് ശേഷം ചെയ്യുന്ന ഒരു ക്യാമ്പസ് പശ്ചാത്തലമുള്ള ചിത്രമാണ്. എനിക്ക് തോന്നുന്നു പക്ഷേ ക്ലാസ്മേറ്റ്സിന് ശേഷം അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്നൊരു ക്യാമ്പസ് ചിത്രത്തിൽ അഭിനയിക്കാൻ സാധിച്ചില്ല. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്യുന്നൊരു ക്യാമ്പസ് ചിത്രമാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ കഥ നടക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ്. രോഹിത് എന്നാണ് എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര്. സസ്പെൻസിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നൊരു സിനിമ ആയതുകൊണ്ട് തന്നെ കഥയെക്കുറിച്ച് അധികമൊന്നും മാധ്യമങ്ങളോട് പറയരുതെന്നാണ് സംവിധായകൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സാധാരണ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ കേൾക്കാറുണ്ട്. നമ്മൾ സബ്ജക്റ്റുകൾ കേട്ട് അതിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ സജഷൻസും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഫസ്റ്റ് ഡ്രാഫ്റ്റിലിരിക്കാറുണ്ട്, സെക്കൻഡ് ഡ്രാഫ്റ്റിലിരിക്കാറുണ്ട്. അങ്ങനെ ഒരു വലിയ പ്രോസസ്സിന് ശേഷമാണ് നമ്മൾ സാധാരണ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് ഇതിൻ്റെ ഒരു ത്രെഡ് ആദ്യം വന്ന് കൃഷ്ണകുമാർ പറഞ്ഞപ്പോൾ തന്നെ ഒന്നും മറിച്ച് ആലോചിക്കാതെ ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഈ സിനിമ ചെയ്യണം എന്ന് തോന്നിക്കുന്ന പോലത്തെ ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പോൾ ഇന്നുവരെ നമ്മൾ മലയാള സിനിമയിൽ പരീക്ഷിച്ചിട്ടില്ലാത്തതുപോലെയുള്ള ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്ന ഒരു ത്രില്ലർ എലിമെൻ്റ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് കോളേജ് ഡേയ്സിൻ്റെ സ്ക്രിപ്റ്റ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പുതുമകൾ നൽകുന്നുണ്ട്. അതുപോലെ എൻ്റെ കഥാപാത്രത്തിന് ഒരു പുതുമയുണ്ട്. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇപ്പോൾ ബിജു മേനോൻ, ജഗദീഷ് ശ്രീകുമാർ, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ റയൻ എന്ന് വേണ്ടി തമിഴിലെ ഒരു മെയിൻ ക്യാരക്ടർ. പിന്നെ അത് കൂടാതെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് സന്ധ്യ,